യാവുൽ മുത്തക്കല്ലിമിലേക്ക് ഇളാബത്ത് ചെയ്യണം. അപ്പൊ എങ്ങനെ പറയാ? ഗസൽതു റിജിലയ്യ. റജുലൈനി റിജിലൈനി എന്നുള്ളതിനെ യാവുൽ മുത്തക്കല്ലിമിലേക്ക് ഇളാബത്ത് ചെയ്യുമ്പോൾ എങ്ങനെ പറയാ? ഗസൽതു റിജിലയ്യ. അതിന്റെ അസൽ എങ്ങനെ ഉണ്ടായിരുന്നു? റിജിലൈ പ്ലസ് യാ നൈനി. റിജിലൈ പ്ലസ് യാ. എന്നിട്ട് യായിനെ കളഞ്ഞപ്പോ 2 യാവ് വന്നപ്പോ ഒരു യായിനെ മറ്റേ യായിൽ എന്ത് ചെയ്തേക്കാണ്? ലയിപ്പിച്ചേക്ക. അപ്പൊ വസൽതു റിജിലൈനി യാവുൽ മുത്തക്കല്ലിമിലേക്ക് ഇളാബത്ത് ചെയ്യുമ്പോ വസൽതു റിജിലൈനി പ്ലസ് യാ. അപ്പൊ യായിലേക്ക് ഇളാബത്ത് ചെയ്തപ്പോ ഏത് പോയി? റിജിലൈനി എന്നുള്ളടത്ത് ഏത് പോയി? നൂന് പോയി. അപ്പൊ 2 യാവ് ഉണ്ട് ഞാൻ അവിടെ. ഒന്ന് മുസന്നന്റെ യാവും ഒന്ന് ഏത് യാവുക? യാ മുത്തക്കല്ലിമും. അപ്പൊ 2 യായിൽ നിന്ന് ഒരു യായിനെ മറ്റേ യായിൽ എന്താക്കുക? ലയിപ്പിക്കുക. അപ്പൊ എങ്ങനെ പറയാ? വസൽതു റിജിലയ്യ. അതേമാതിരി താഴെ വരെയുള്ള പദത്തെയാണ് യാവുൽ മുത്തക്കല്ലിമിലേക്ക് ഇളാബത്ത് ചെയ്യേണ്ടത് കേട്ടോ. വമ്മൽതു ഞാൻ പൂട്ടി. അൽ ഐനൈനി എന്താ പറഞ്ഞ? 2 കണ്ണുകളെ ഞാൻ എന്റെ കണ്ണ് കിട്ടുന്നില്ല കേട്ടോ. വമ്മൽതു അൽ ഐനൈനി ആണ് എന്തേ അർത്ഥമുള്ളൂ? 2 കണ്ണുകളെ ഞാൻ പൂട്ടി. ഇനി അത് എന്താക്കി മാറ്റണം? എന്റെ 2 കണ്ണുകളെ പൂട്ടി എന്ന് പറയണം. അപ്പൊ എങ്ങനെയാ പറയാ? വമ്മൽതു ഐനയ്യ. ഐനൈനി പ്ലസ് യാ. ഇളാബത്ത് ചെയ്യുമ്പോ നൂന് പോയി. അപ്പൊ അവിടെ എത്ര യാവ് വന്നു? 2 യാവ് വന്നു. ഒരു യായിനെ മറ്റേ യായിൽ എന്താക്കുക? ലയിപ്പിക്കുക. ദഅഉതു ഞാൻ വിളിച്ചു അസ്സദീഖൈനി 2 കൂട്ടുകാരെ. ഇളാബത്ത് ചെയ്യുമ്പോ എങ്ങനെ പറയാ? ദഅഉതു സദീഖയ്യ. സഅൽതു സമീലൈനി 2 കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു. ഇനി എന്റെ 2 കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു. എങ്ങനെ പറയാ? സഅൽതു സമീലയ്യ. സഅൽതു സമീലയ്യ. റഫഅതുൽ യദൈനി 2 കൈകളെ ഞാൻ ഉയർത്തി. എങ്ങനെ പറയാ? റഫഅതു യദയ്യ. എന്റെ 2 കൈകളെ ഞാൻ എന്ത് ചെയ്തു? ഉയർത്തി. പിന്നെ അൽ ഉസ്താദാനി മിൻ മിസ്റ. മിസ്റിൽ നിന്നുള്ള 2 ഉസ്താദുമാര്. ഇനി ഉസ്താദാനിനെ യാവുൽ മുത്തക്കല്ലിമിലേക്ക് ഇളാബത്ത് ചെയ്യുമ്പോ എങ്ങനെ പറയാ? അവിടെ ഇദ്ഗാമിന്റെ പ്രശ്നം വരൂല. നൂനിനെ കളയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെ പറയാ? ഉസ്താദായ. ശരിയാണ്. ഉസ്താദായ എന്റെ 2 ഉസ്താദുമാര് ഈജിപ്തിൽ നിന്ന്. ഐന വജത്ത ദഫ്തറൈനി 2 നോട്ട് ബുക്കുകളെ എവിടെ കണ്ടത്? ഐന വജത്ത നീ എവിടെ കണ്ടത്? അദ്ദഫ്തറൈനി 2 നോട്ട് ബുക്കുകളെ. ഇനി അതെന്താക്കി മാറ്റണം? എന്റെ 2 നോട്ട് ബുക്കുകൾ എന്നാക്കണം. അപ്പൊ എങ്ങനെ പറയാ? ഐന വജത്ത ദഫ്തറയ്യ. ശരിയാണ്. ഇന്നൽ അഖവൈനി തീർച്ചയായിട്ടും 2 സഹോദരന്മാർ. ആലിമാനി ജലീലാനി ഉയർന്ന 2 പണ്ഡിതന്മാരാണ്. ഇന്നൽ അഖവൈനി അഹിന്റെ ഡുവലാണേത്? അഖവാനി അഖവൈനി. ഇവിടെ ഇന്നന്റെ ഇസ്മാവുമ്പോ യാ വരണം. അപ്പൊ അഖവൈനി. ഇന്നൽ അഖവൈനി തീർച്ചയായിട്ടും 2 സഹോദരന്മാർ. ആലിമാനി 2 ആളും പണ്ഡിതന്മാരാണ്. ജലീലാനി ഉന്നതന്മാരായ പണ്ഡിതന്മാരാണ്. ഇനി അതെന്താക്കണം? മലയാളത്തിൽ അർത്ഥം പറഞ്ഞിട്ട് എന്താക്കണം? എന്റെ 2 സഹോദരന്മാരാരാണ്? ഉന്നതന്മാരായ
പണ്ഡിതന്മാരാണ്. എങ്ങനെ പറയാ? ഇന്നൽ അഖവയ്യ ഇന്നൽ അഖവയ്യ ആലിമ, അവിടുന്ന് മാറ്റം ഉണ്ടാവൂല. ആലിമാനി ജലീലാനി. അഖവൈനി പ്ലസ് യ ഏത് പോയി? നൂന് പോയി. അപ്പൊ ഞാൻ അവിടെ 2 യാ ഉണ്ട്. അപ്പൊ ഒരു യാവിനെ മറ്റേ യായിലേക്ക് എന്താക്കുക? ലയിപ്പിക്കുക. ഞങ്ങൾ പോയി ഇലാ മക്ക, മക്കയിലേക്ക് ബിസയ്യാറത്തൈനി 2 കാറില്. ഇനി സയ്യാറത്തൈന് യാവുൽ മുത്തക്കല്ലിമിലേക്ക് ലാബത്തീം എങ്ങനെ പറയാ? ബിസയ്യാറ സയ്യാറത്തയ്യ. അതാ സയ്യാറത്തയ്യ, എന്റെ 2 കാറ്. പിന്നെ ലാ കലമാനി, 2 പേനകൾ നഷ്ടപ്പെട്ടു. ഇനി എന്റെ 2 പേന നഷ്ടപ്പെട്ടു എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാ? ലാ അവിടെ പിന്നെ ഇദ്ഗാമും കുദ്ഗാമും ഒന്നും ഉണ്ടാവൂല. എന്താ എങ്ങനെ പറയാ? കലമാനി. കലമായ. അതാ എന്റെ 2 പേനകൾ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇനി നമ്മളത് പഠിച്ചത് തന്നെ പറയാൻ പോണ. അതായത് ഇറാബിൽ മുസന്നയോട് ചേർക്കപ്പെട്ട 2 വേർഡാണേത്? കില എന്നുള്ളതും കിൽത്ത എന്നുള്ളതും. ആണുങ്ങളാവുമ്പോ കിലാഹുമ, പെണ്ണുങ്ങളാവുമ്പോ കിൽത്താഹുമ. 2 ആണെങ്കിലും ദമീർ ഏതന്നെയാണ്? ഹുമാന്നാണ്. എന്തുകൊണ്ട്? ഹുമ എന്നുള്ളത് കോമൺ ആണ്. ആർക്കൊക്കെ ഉപയോഗിക്കാം? മെയിലും ഫീമെയിലിനും ഉപയോഗിക്കാം. അപ്പൊ കണ്ടോ? ഐന അഖവാക, എടാ എവിടെ നിന്റെ 2 സഹോദരന്മാർ? എവിടെ 2 സഹോദരന്മാർ? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അറിയോ? ഐന അഖവാക എന്ന് പറഞ്ഞിടത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇലാഫത്തിന്റെ മുമ്പ്? ഐന അഖവാനിക. എന്നിട്ട് ഇലാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാ? നൂന് പോയതാ. നൂന് പോയി. അപ്പോ ഐന എന്താ തർക്കീബ്? ഐന ഖബർ മുഖദ്ദം. പിന്നെ അഖവാ മുബ്തദാ മുഅഖർ ഇസ്മു മുളാഫ് മർഫൂഉൻ ബിൽ അലിഫി കാ മുളാഫുൻ ഇലൈഹി. അപ്പൊ ദാ പറയുന്നത് കിലാഹുമാ, അവര് 2 പേരും ഫീ ദിമഷ്ക, എവിടെയാണ്? ഈജിപ്തിലാണ്. അല്ല, ഡമസ്കസിലാണ്. ആ 2 സഹോദരന്മാർ എവിടെയാണ്? ഡമസ്കസിൽ. അപ്പൊ കണ്ടങ്ങള് കിലാഹുമാ, ആ 2 പേരും. കിലാ മുബ്തദഉൻ മർഫൂഉൻ ബിൽ അലിഫി വഹുവ മുളാഫുൻ ഇലൈഹി. ഇപ്പൊ കണ്ട അഖവാനി സഹോദരന്മാരാണ്. അപ്പൊ കില എന്നാ ഉപയോഗിച്ചത്. അതെപ്പോഴും മുളാഫായിട്ടാണ് വരിക. മുസന്നയോട് ചേർക്കപ്പെട്ടതാണ്. മർഫൂ ആവുമ്പോ കിലാവുമ, മൻസൂബ് മജ്റൂർ ആവുമ്പോ എങ്ങനെ പറയാ? ഇലൈഹിമ. അറഅയ്തൽ മുദല്ലിസൈനി, എടാ 2 അധ്യാപകരെ കണ്ടോ? ഞാൻ കണ്ടു. അതെ, റഅയ്തു ഞാൻ കണ്ടു. കിലൈഹിമ, ആ 2 പേരെയും ഞാൻ കണ്ടു. നമ്മളെ ചർച്ച എവിടെ? കിലൈ. കണ്ടോ? മറ്റേത് കിലാന്ന്. ഇനി എന്തുകൊണ്ട്? മുബ്തദയാണ്, മർഫൂ ആണ്. മർഫൂഉൻ ബിൽ ഏതാണ്? അലിഫിയാണ്. ഇവിടെ റഅയ്തുന മഫ്ഊൽ ബി ആണ്. ഏത്? കിലൈ. മഫ്ഊൽ എന്തുകൊണ്ടാ നസ്ബ്? മൻസൂബുൻ ബിൽ യായി. അതാ റഅയ്തു ഫീല് ഫായില്, ഇലൈ മഫ്ഊൽ പ്ലസ് മുളാഫ്, ഇമാ മുളാഫുൻ ഇലൈഹി. നീ കണ്ടത് ഇത് 2 ആണാ? അഖവാക എന്നുള്ളതും ആണാണ്,
മുദരിസൈനി എന്നുള്ളത് ഉണഞ്ഞ് പെണ്ണ് വരാൻ പോവുക. ഐന ത്വാലിബത്താനിൽ ജദീദത്താനി, എവിടെയാണ് രണ്ട് പുതിയ പെൺമക്കള്? ഐന ത്വാലിബത്താനി, എവിടെ രണ്ട് വിദ്യാർത്ഥിനികൾ? അൽ ജദീദത്താനി, പുതിയ രണ്ട് വിദ്യാർത്ഥിനികൾ എവിടെ? അവിടെ ഇനി കില പറ്റൂല, ഏതേ പറ്റുള്ളൂ? അപ്പൊ എങ്ങനെ ഉത്തരം പറയാ? അവര് രണ്ടുപേരും ഇന്ദൽ മുദീറത്തി, ഹെഡ്മിസസിന്റെ അടുത്തുണ്ട്. കണ്ടോ? കിൽത്താ മുബ്തദഉൻ മർഫൂം ബിൽ അലിഫി വഹുവ മുളാഫ് ഉമാ മുളാഫുൻ ഇലൈഹി. അയ്യ സൂറത്തൈനി ഹഫിൽത, ഏത് രണ്ട് സൂറത്താണ് ഇജ്ജ് മനപ്പാടാക്കിയത്? അയ്യ സൂറത്തൈനി, ഏത് രണ്ട് സൂറത്തിനെയാണ്, രണ്ട് സൂറത്തിൽ നിന്ന് ഏതിനെയാണ് ഹഫിൽത നീ എന്താക്കിയത്? മനപ്പാടാക്കിയത്. അപ്പൊ പറയാ ഹഫിൽതു, ഞാൻ മനസ്സിലാക്കി, ഞാൻ മനപ്പാടമാക്കി. കിൽതൈഹിമാ, എന്താ അർത്ഥം? ഇവിടെ ചോദ്യം തേനി, രണ്ട് സൂറത്തിൽ നിന്ന് ഏതിനാണ് എനിക്ക് മനപ്പാടാക്കിയത്? അപ്പൊ അവന്റെ മറുപടി എന്താ? ഹഫിൽതു കിൽതൈഹിമാ, എന്താ അർത്ഥം? ഒരു സൂറത്തിനെ അല്ല, രണ്ട് സൂറത്തിന് ഞാൻ എന്താക്കി? ഹഫിൽതു, ഞാൻ മനപ്പാടമാക്കി. കിൽതൈഹിമാ, ആ രണ്ട് സൂറത്തുകളെയും. അവിടെ നമ്മളെ ചർച്ച എന്താ? മഫൂലാണ്. മഫൂലാവുമ്പോ കിൽത്താ എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? കിൽതൈ മഫൂലുൻ മൻസൂബുൻ ബിൽ യാഇ മുദാഫ് ലിമാ മുദാഫുൻ ഇലൈഹി. അബിൽ അറബിയത്തി, അറബി ഭാഷയിലാണോ? ഖതബ്ത, നീ എഴുതിയത്. അൽ ഉൻവാന, അഡ്രസ്. അംബിൽ ഫറൻസിയ, അതോ ഫ്രാൻസ് ഭാഷയിലാണോ? ഏതിലാണ് എഴുതിയത്? അബിൽ അറബിയത്തി, അറബി ഭാഷയിലാണോ? ഖതബ്തൽ ഉൻവാന, നീ അഡ്രസ് എഴുതിയത്. അംബിൽ ഫറൻസിയ, അല്ലെങ്കിൽ ഫ്രാൻസ് ഭാഷയിലാണോ? അപ്പൊ പറയാ ഖതബ്തു ബികിൽതൈഹിമാ. ഖതബ്തു, ഞാൻ ആ അഡ്രസ് എഴുതി. ബികിൽതൈഹിമാ, ഏതുകൊണ്ട്? രണ്ട് അഡ്രസ്സിലും എഴുതിയിരിക്കണം. ഏതാ രണ്ട് അഡ്രസ്? ഫറൻസിയ, അറബിയ. അവിടെ ഖതബ്തു, ഞാൻ എഴുതി. ബികിൽതൈഹിമാ, ആ രണ്ട് അഡ്രസ് കൊണ്ടും, പിന്നെ അറബി കൊണ്ടും ഫ്രാൻസ് കൊണ്ടും. അപ്പൊ ബാ ഹർഫ് ജാറ്, ബികിൽതൈ മജ്റൂറും ബിൽ യാഇ പ്ലസ് മുളാഫ് ഹിമാ മുളാഫുൻ ഇലൈഹി. മൻ മിൻകുമാ മരീളുൻ അൽ യൗമ, നിങ്ങൾ രണ്ടാളിൽ നിന്ന് ആരാണ് രോഗി? മൻ, ആരാണ്? മിൻകുമാ, നിങ്ങൾ രണ്ടുപേരിൽ നിന്ന്. മരീളുൻ, രോഗി. അൽ യൗമ, ഇന്ന്. നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് രോഗി? അപ്പൊ മറുപടി പറയാ കിലാനാ മരീളുൻ, ഞങ്ങൾ രണ്ടുപേരും ആരാണ്? രോഗിയാണ്. അവിടെ കണ്ടോ? അവിടെ കിലനെ എന്തിലേക്കായി ലാഭത്ത് ചെയ്തിക്കണേ? എന്നതിലേക്കാ. അപ്പൊ ഒന്നൊരിക്കൽ ഹുമയിലേക്ക് അല്ലെങ്കിൽ ജമ്മിലേക്കൊക്കെ എന്താക്കണം? ഇലാപത്ത് ചെയ്യണം. ഏതായാലും കിലാഹു എന്ന് വരൂല. കിലാ കിൽത്ത എന്നതിന് ഏതിലേക്ക് ഇലാപത്ത് ചെയ്യൂല? മുഫ്രദിലേക്ക്. പിന്നെ ഇതിലേക്ക് ഇലാപത്ത് ചെയ്യൂ? ഒന്നിലേക്ക് അല്ലെങ്കിൽ പ്ലൂരലിലേക്ക്. മുസന്ന അല്ലെങ്കിൽ ജമ്മ്. മുസന്ന ആവുമ്പോ ഉമാ, ജമ്മാവുമ്പോ നാ. എവിടെ നാ? ഞങ്ങൾ രണ്ടുപേരും. മരീളുൻ, രണ്ടുപേരും രോഗിയാണ്. അപ്പൊ കിലാ മുബ്തദഉൻ മർഫൂഉൻ ബിൽ അലിഫി വഹുവ മുളാഫ് നാ മുളാഫുൻ ഇലൈഹി മരീളുൻ ഖബർ. പിന്നെ മിൻ ഐന താലിബത്താനിൽ ജദീദത്താനി, ആ രണ്ട് പുതിയ വിദ്യാർത്ഥിനികൾ എവിടുന്നുള്ളോല? മിൻ ഐന,
എവിടെ നിന്നുള്ളവരാണ്? അത്താലിബത്താനിൽ ജദീദത്താനി, പുതിയ രണ്ട് വിദ്യാർത്ഥിനികൾ എവിടുന്നുള്ളവരാ? ഉത്തരം കിൽതാഹുമാ, അവര് രണ്ട് പേരും മിൻ നിംസ, നിംസൻ ഓസ്ട്രിയ. നിംസൻ എന്താ അർത്ഥം? ഓസ്ട്രിയ. ഓസ്ട്രിയ കേട്ടിട്ടില്ലേ? ആ, ഓസ്ട്രിയക്കാണ് എന്ത് എന്ന് പറയാ? നിംസ് എന്ന് പറയാ. മിംസ് അല്ല, അത് വയനാട്ടിലും കോഴിക്കോടൊക്കെ ഉണ്ട്. ഇത് ഓസ്ട്രിയ. കിൽതാഹുമാ, ആ രണ്ട് വിദ്യാർത്ഥിനികൾ മിൻ നിംസ, ഓസ്ട്രിയക്കാരാണ്, അല്ലെങ്കിൽ ഓസ്ട്രിയയിൽ നിന്നുള്ളവരാണ്. ആ, അയ്യൽ മുദർരിസൈനി സഅൽത, രണ്ട് അധ്യാപകരിൽ നിന്ന് ആരോടാ ചങ്ങാതി ഇജ്ജ് ചോദിച്ചത്? രണ്ട് അധ്യാപകരിൽ നിന്ന് ആരോടാണ് നീ എന്താക്കിയത്? ചോദിച്ചത്. അപ്പം പറയാണ് സഅൽതു കിലൈഹിമാ. എന്താ അർത്ഥം? അവര് രണ്ടുപേരോടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. കണ്ടോ? മുദരിസൈനി ആവുമ്പോ കിലൈ, താലിബത്താനി ആയപ്പോ കിൽത്ത. അതിന്റെ നിയമങ്ങൾ പറയുന്നുണ്ട് അതിന്റെ അവസാനം, ഇതിന്റെ പേജിന്റെ അവസാനം. അജിബ് അനിൽ അസിലത്തിൽ ആത്തിയ മുസ്തഅമിലൻ കിലാവ കിൽത്ത, ചോദ്യത്തിന്റെ ഉത്തരം കിലയും കിൽത്തയും ഉപയോഗിച്ച് മറുപടി പറയണം. ആണാണെങ്കിൽ മുദക്കറാണെങ്കിൽ കില, മുഅന്നസാണെങ്കിൽ കിൽത്ത. അയ്യുൽ ഖലമൈനി ളാഅ, രണ്ട് പേനയിൽ നിന്ന് ഏതാണടാ നഷ്ടപ്പെട്ടത്? അയ്യുൽ ഖലമൈനി, രണ്ട് പേനയിൽ ഏതാണ് ളാഅ നഷ്ടപ്പെട്ടത്? അപ്പൊ എങ്ങനെ അത് രണ്ടും നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ പറയാ? പറയ്. രണ്ടും നഷ്ടപ്പെട്ടു. കറക്റ്റ്. ആ രണ്ട് പേനയും നഷ്ടപ്പെട്ടു. അയ്യൽ കിതാബൈനി തുരീദു അൻ തഷ്തരിയ, നീ ഏത് പുസ്തകമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഏത് പുസ്തകമാണ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെങ്ങനെ പറയാ? ചോദ്യത്തിൽ എന്താണ്? അയ്യൽ കിതാബൈനി, രണ്ട് പുസ്തകത്തിൽ ഏതാണ് തുരീദു നീ ഉദ്ദേശിക്കുന്നത്, അൻ തഷ്തരിയ നീ വാങ്ങുവാൻ. അപ്പൊ ഞാനത് രണ്ട് വാങ്ങാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ പറയാ? തുരീദു എന്നുള്ളതിന് എങ്ങനെ എടുക്കുക? കാരണം കിതാബൈനി ആണാണ്. ഉരീദു അൻ അഷ്തരിയ കിലൈഹിമാ. ഇനി വേണ്ടത് കിൽത്താണ്. അയ്യൽ മജല്ലത്തൈനി ഖറഅത, രണ്ട് മജല്ലയിൽ നിന്ന് ഏതാണ് ഈ വായിച്ചത്? അപ്പൊ ഞാൻ രണ്ടും വായിച്ചു. എങ്ങനെ പറയാ? ഖറഅത ഞാൻ ഇന്നോട് അപ്പറ്റ ഉത്തരത്തിൽ എന്ത് പറയണം? ഖറഅതു. അയ്യു സാഅത്തൈനി സുരിഖത്ത്, രണ്ട് വാച്ചിൽ നിന്ന് ഏതാണ് മോഷ്ടിക്കപ്പെട്ടത്? അവിടെ എജ്ജ് ഞാനിന്നൊന്നുമില്ല കേട്ടോ. അയ്യു സാഅത്തൈനി, രണ്ട് വാച്ചിൽ നിന്ന് ഏതാണ് സുരിഖത്ത്, ആ വാച്ചിനെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ രണ്ട് വാച്ച് മോഷ്ടിക്കപ്പെട്ടു. എങ്ങനെ പറയാ? സാഅത്ത് എന്നുള്ളത് ആണല്ല, പിന്നെ ഏതാ? പെണ്ണാണ്. അപ്പൊ കില പാടില്ല, ഏത് വേണം? കിൽത്ത. അപ്പൊ രണ്ട് പേനയും എന്ത് ചെയ്തു? മോഷ്ടിക്കപ്പെട്ടു. എങ്ങനെ പറയാ? സുരിഖത്തിന് അതേപോലെ ഇടുക്കി.
ആ കിൽതാഹുമ കിൽതാഹുമ ഇൽതാഹുമ. അതന്നെ ചുരുക്കത്തിന്റെ നായിബ് ഫായിലാണ് ഏത്? കിൽതാ നായിബ് ഫായില് പ്ലസ് മുദാഫ് ഹുമാ മുദാഫുൻ ഇലൈഹി. അയ്യൽ ലുഗത്തൈനി തഅരിഫു, രണ്ട് ഭാഷയിൽ നിന്ന് ഏതാണ് നീ അറിയാ? അൽ ഉർദുവിയത്ത അമിൽ ഫാരിസിയത്ത, ഉറുദു ആണോ ഫാരിസി ആണോ അറിയാം? ഞാൻ രണ്ട് ഭാഷ അറിയും. എങ്ങനെ പറയാ? ഞാൻ രണ്ട് ഭാഷയും ഞാൻ അറിയും. ആ അരിഫു. ആ ഇത പോരാ, ലുഗത്താണ്, പെണ്ണാണ്. അപ്പൊ എങ്ങനെ പറയാ? കിൽതൈഹിമ. അരിഫു കിൽതൈഹിമ. അയ്യുൽ ഉംലത്തൈനി ഇന്ദക, ഏത് കറൻസിയാണ് എൻ്റെ അടുത്ത് ഉള്ളത്? അയ്യുൽ ഉംലത്തൈനി, രണ്ട് കറൻസിയിൽ നിന്ന് ഏതാണ് ഇന്ദക നിന്റെ അടുക്കലുള്ളത്? ഉംലത്തന കറൻസി ആട്ടോ. ഉംലത്തൈനി എന്താ അർത്ഥം? രണ്ട് കറൻസി. അപ്പൊ അയ്യുൽ ഉംലത്തൈനി, രണ്ട് കറൻസിയിൽ നിന്ന് ഏതാണ് ഇന്ദക നിന്റെ അടുക്കലുള്ളത്? അൽ ജുനൈഹു പൗണ്ടാണോ, അമിത് ഡോളാറു ഡോളാറാണോ നിന്റെ അടുക്കലുള്ളത്? ആ അപ്പൊ ഞാൻ തുടക്കത്തിൽ എന്തേക്കാരം ഉത്തരം? എൻ്റെ അടുത്തുണ്ടോന്നാ. അപ്പൊ എന്തേക്കാരം ഉത്തരം? ഉത്തരം എങ്ങനെ വരണ്ടേ? എന്റെ അടുത്ത്. എങ്ങനെ അറബിയിൽ പറയാ? ഇന്തിട്ടിട്ട് എന്റെ അടുക്കലുണ്ട്. കിൽതാഹുമാ, ആ രണ്ട് കറൻസിയും ആരടുക്കലുണ്ട്? എന്റെ അടുക്കലുണ്ട്. അയ്യ മുദരിസിൽ ഫിഖിഹി ഗാബ അൽയൗം, ഫിഖിഹിന്റെ രണ്ട് അധ്യാപകരിൽ നിന്ന് ആരാണ് ഇന്ന് ആബ്സെന്റ് ആയത്? അയ്യു മുദരിസയിൽ ഫിഖിഹി, ഫിഖിഹിന്റെ അവിടെ കണ്ട, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ മുദരിസൈനിൽ, ആ മുദരിസൈനി എന്നുണ്ടായിരുന്നു. പക്ഷെ ആ മുദരിസൈനെ എവിടേക്ക് ഇലാഫത്ത് ചെയ്തു? ഫിഖിഹിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോ ഏത് പോയതാണ്? നൂന് പോയി. അപ്പൊ അയ്യു മുദരിസയിൽ ഫിഖിഹി, ഫിഖിഹിന്റെ രണ്ട് അധ്യാപകരിൽ നിന്ന് ആരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്? അൽ യൗമ, ഇന്ന്. ഉത്തരം എന്തേക്കാരം? രണ്ടാളും ആബ്സെന്റാ. അപ്പൊ എങ്ങനെ പറയാ? ആ കിലവാണോ കിൽത്തവാണോ? മുദരിസാണ്. മതി. അപ്പൊ എങ്ങനെ പറയാ? ഫായിലാക്കി കൊണ്ടുവരണം. കാരണം വാബന്റെ ഫായിലാണ് ഏത്? കില മർഫൂഉൻ ബിൽ അലിഫി. പിന്നെ അയ്യുൽ ബാബൈനി ഫതഹത, രണ്ട് കവാടത്തിൽ നിന്ന് ഏത് വാതിലാജ് തുറന്നത്? ബാബൈനിയാണ്. ഞാൻ രണ്ടും തുറന്നു. ഞാൻ അതാ മലയാളം. അപ്പൊ എങ്ങനെ പറയാ? ആ നീ തുറന്നു. ഉത്തരത്തിൽ എന്ത് വരണം? കില വേണ്ട. കില അല്ല പറയണ്ട, മർഫൂ അല്ല, മൻസൂബാക്കിയിട്ട് കൊണ്ടുപോവാ. മൻസൂബും ബിൽ യായിയാണ്. ആ അപ്പൊ എങ്ങനെ പറയാ? ആ ഗാബ ഫതഹ്തു ഇലൈഹിമാ. ആ അയ്യു നാഫിദത്തൈനി മഫ്തൂഹ, രണ്ട് ജനലിൽ നിന്ന് ഏതാണ് ഓപ്പണ്? രണ്ടും ഓപ്പണാ. അങ്ങനെ പറയാ? നാഫിദത്തൈനിയാണ്, കില പോരാ. ഏത് വരണം? മുർത്തദയാക്കി കൊണ്ടുവരി. എങ്ങനെ പറയാ? മുർത്തദയാക്കിയിട്ട് ആ
മുബത്തതയാക്കി കൊണ്ടുവരും. കിൽത്തൈ എന്നല്ല, കിൽത്ത എന്നുള്ളതിനെ മുബത്തതയാക്കിയിട്ട് എങ്ങനെ കൊണ്ടുവരിക? അത് രണ്ടും ഓപ്പണാണ്. ആ പറയും, ഒന്നുകൂടി പറയും. കിൽത്താഹുമാ മഫ്തൂഹത്തുൻ. ആ മഫ്തൂഹത്തൊന്നും പോരടാ, രണ്ടും. കിലാഹുമാ മഫ്തൂഹത്തും ശരിയാണ്. കിലാഹുമാ മഫ്തൂഹത്തും ശരിയാണ്. മഫ്തൂഹത്താനി വേണ്ട. കിൽത്താഹുമാ ആ രണ്ട് ജനലുകളും മഫ്തൂഹത്തുൻ ഓപ്പൺ ആണ്. മൻ ആരാണ് മിൻഹുമാ ആ രണ്ടു പേരിൽ നിന്ന് ലഈഫുൻ ബലഹീനൻ പിന്നഹവി ഏതില് ബലഹീനൻ? പിന്നഹവി എന്തില് ബലഹീനൻ? എന്താ നഹ്വ് പറഞ്ഞ? എന്താ നഹ്വ് പറഞ്ഞ? ഗ്രാമർ. അതാണ്. അപ്പൊ എന്താ അർത്ഥം? നിങ്ങളിൽ നിന്ന് രണ്ടാളിൽ നിന്ന് ആരാണ് ഗ്രാമറിൽ ബലഹീനൻ? രണ്ടാളും ബലഹീനന്മാരാ. അപ്പൊ എങ്ങനെ പറയാ? കിലാഹുമാ ലഈഫുൻ. കിലാഹുമാ ലഈഫുൻ. അതെ, അവര് രണ്ടാളും ഏതാണ്? ബലഹീനന്മാരാണ്. ഇതാ പറയണേ, കില എന്നുള്ളതും കിൽത്ത എന്നുള്ളതും ഇസ്മാനി, അത് രണ്ടും ഏതാണ്? ഇസ്മുകളാണ്. ലഫ്ളുഹുമാ മുഫ്റദുൻ, അത് രണ്ടിന്റെയും പദം ഏകവചനമാണ്. മഅനാഹുമാ മുസന്ന, രണ്ടിന്റെയും അർത്ഥം ഡുവലുമാണ്. പദം മുഫ്റദാണ്, പിന്നെ സിംഗുലർ ആണ്, ഏകവചനാണ് ലഫ്ള്, പക്ഷെ അർത്ഥം ഏതുമാണ്? ഡുവലുമാണ്. എന്താ ഞാൻ പറഞ്ഞപ്പോ? കില എന്നതും കിൽത്ത എന്നതും ഇസ്മാനി, അത് രണ്ടും ഏതാണ്? ഇസ്മുകളാണ്. ലഫ്ളുഹുമാ അത് രണ്ടിന്റെയും പദം, ഏത്? കിൽത്ത എന്നുള്ള പദം മുഫ്റദുൻ, പദത്തിൽ ഏതാണ്? ഏകവചനമാണ്. എന്നാൽ മഅനാഹുമാ അത് രണ്ടിന്റെയും അർത്ഥം മുസന്ന, ഏതാണ്? ഡുവലാണ്. എന്ന് പറഞ്ഞാൽ പദം മുഫ്റദാണ്, അർത്ഥം മുസന്ന. വമുറാഅത്തുൽ ലഫ്ളി, പദത്തെ പരിഗണിക്കുക എന്നുള്ളത് അക്സറു, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. വമുറാഅത്ത് എന്ന പദത്തിൽ രണ്ടും ഏതാണ്? ഇവിടെ പറഞ്ഞില്ല, പദം രണ്ടും ഏതാണ്? സിംഗുലറാണ്. വമുറാഅത്തുൽ ലഫ്ളി, ലഫ്ളിനെ പരിഗണിക്കുക എന്നുള്ളത് അക്സറു, ഏറ്റവും കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മുഫ്റദാക്കി കൊണ്ടുവന്നാ മതി. കിൽത്ത എന്നുള്ളത് മുസന്നയാണെങ്കിലും അതിന്റെ ഖബർ ഏതായിക്കൊള്ളണമെന്നില്ല. ഏതൈക്കാരം? മുഫ്റദൈക്കാരം. കാരണം പദത്തിൽ അത് ഏതാണ്? സിംഗുലർ അല്ല, പിന്നെ ഏതാ? പദത്തിൽ സിംഗുലറും അർത്ഥത്തിൽ ഡുവൽ, അങ്ങനെയല്ലേ വരുന്നത് സാർ? അങ്ങനെയാണ്, അർത്ഥത്തിൽ ഡുവലാണ്, പദത്തില് സിംഗുലർ ആണ്. ആ സിംഗുലറിനെയാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലറിനെയാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ കിലയുടെയും കിൽത്തയുടെയും ഖബർ ഏതാകൂല? മഅന പരിഗണിച്ചിട്ട് ഏതാകൂല? മുസന്ന. ഏതാ പരിഗണിക്കുക എന്ന് പരിഗണിച്ചിട്ട് മുഫ്റദൈക്കാരം. അതാണ് ആ പറയുന്നത്. അതാ കില എന്നതും കിൽത്ത എന്നതും ഇസ്മാനി, അത് രണ്ടും ഇസ്മാണ്. ലഫ്ളുഹുമാ അത് രണ്ടിന്റെയും പദം മുഫ്റദാണ്. മഅനാഹുമാ അത് രണ്ടിന്റെയും അർത്ഥം മുസന്നയാണ്. വമുറാഅത്തുൽ ലഫ്ളി, ലഫ്ളിനെ പരിഗണിക്കല് അക്സറു, അതാണ് എന്ത്? ഏറ്റവും കൂടുതൽ. നോക്കിക്കോ, കിലാഹുമാ ജദീദുൻ, അവര് രണ്ടുപേരും പുതിയതാണ്. ശരിക്കും അവിടെ എങ്ങനെ പറയണം? അങ്ങനെ പറയില്ല. കാരണം എന്താ?
കില കിൽത്ത എന്നുള്ളത് ലഫ്ളിൽ ഏതാണ്? ഏകവചന. അത് പരിഗണിച്ചിട്ടാണ് അതിന്റെ ഖബറിനെ എന്താക്കി കൊണ്ടുവരുന്നത്? ഏകവചനമാക്കി കൊണ്ടുവരുന്നത്. കിൽത്താഹുമാ മുജ്തഹിദത്തുൻ, അവര് രണ്ട് സ്ത്രീകളും നല്ല പരിശ്രമശാലിനികളാണ്. അവിടെ എങ്ങനെ പറയണം ശരിക്ക്? കിൽത്താഹുമാ മുജ്തഹിദാത്തുൻ മുജ്തഹിദത്താനി അങ്ങനെ പറയില്ല. കാരണം കിലാ കിൽത്ത എന്നുള്ള ലഫ്ള് ഏകവചനാണ്. വയജൂസു മുറാഅത്തി മഅനാഹുമ, ഇനി അതിന്റെ അർത്ഥത്തെയും പരിഗണിക്കൽ അനുവദനീയ. വയജൂസു അനുവദനീയമാണ്. മുറാഅത്തി മഅനാഹുമ, അത് രണ്ടിന്റെയും അർത്ഥത്തെ പരിഗണിക്കുക. മുറാഅത്ത് പറഞ്ഞാൽ എന്താ? പരിഗണിക്കുക. മഅനാഹുമ, അത് രണ്ടിന്റെയും അർത്ഥത്തെ എന്താക്കുക? പരിഗണിക്കുക. അപ്പൊ എങ്ങനെയും പറയാ? ഈ ഉദാഹരണങ്ങളിൽ എങ്ങനെയും പറയാ? മഅനനെ പരിഗണിക്കുമ്പോ എങ്ങനെയും പറയാ? മുസന്നായിട്ട് പറയാനായിട്ട് ഖബർ മുസന്നാക്കി കൊണ്ടുവരാന്നർത്ഥം അല്ലെ? അപ്പൊ എങ്ങനെ പറയാ? കിലാഹുമാ ജദീദാനി മുജ്തഹിദാനി കിൽതാഹുമാ മുജ്തഹിദത്താനി. അപ്പൊ രണ്ടും പറയാ? രണ്ടും പറയാം. അനുവദനീയാണ് എന്നാ പറയുന്നത്. അധികം ലഫ്ളിനെ പരിഗണിക്കലാണ്. ലഫ്ളിനെ പരിഗണിച്ച് ഖബറിനെ സിംഗുലർ ആക്കി കൊണ്ടല്ലാണ് പിന്നെ അധികമുള്ളത്. എന്നാൽ ചിലപ്പോ ഏതിനെയും പരിഗണിക്ക? അർത്ഥം പരിഗണിച്ചിട്ട് ഖബറിനെ എന്താക്കി കൊണ്ടുവരാ? മുസന്നയാക്കിയിട്ട് കൊണ്ടുവരാ. ഇനി പറയുന്നുണ്ടോ? ഹാദ എന്നുള്ളതിന്റെ ദുവലാണേത്? ഹാദാനി, പിന്നെ ഹാദൈനി, ആദിന്റെ മുസന്നയാണേത്? ഹാത്താനി, ഹാതൈനി. ദാനിക്കന്റെ ഡുവലാണ് ദാനിക, ദൈനിക. തിൽക്കന്റെ മുസന്നയാണത് താനിക അല്ലെങ്കിൽ തൈനിക. മനസ്സിലായോ? ഹാദ എന്നുള്ളതിനും ആദിഹി എന്നുള്ളതിനും ദാരിക എന്നുള്ളതിനും തിൽക്ക എന്നുള്ളതിനും ഏതുണ്ട്? ഡുവലുണ്ട്. ആദന്റെ ഡുവൽ എങ്ങനെയൊക്കെ വരാ? ഹാദൈനി. ഹാദീന്റെ ഡുവൽ എങ്ങനെയൊക്കെ വരാ? ഹാതാനി, ഹാതൈനി. ദാനിക്കന്റെ ഡുവൽ എങ്ങനെ വരാ? ദാനിക, ദൈനിക. തിൽക്കന്റെ ഡുവൽ എങ്ങനെ വരാ? താനിക, നോക്കോ. ഹാദാ കിതാബുൻ, ഇതൊരു പുസ്തകമാണ്. കണ്ടോ? ഹാദാനി കിതാബാനി, ഇത് രണ്ടും പുസ്തകമാണ്. കണ്ടോ? ഹാദന്റെ ഡുവലാണേത്? ഹാദാനി. അപ്പൊ ഹാദാനി മുബ്തദഉൻ മർഫൂഉൻ ബിൽ അലിഫി, കിതാബാനി ഖബറുൻ മർഫൂഉൻ ബിൽ അലിഫി. ഇനി ഈ രണ്ട് പുസ്തകത്തെ ഞാൻ കണ്ടു എങ്ങനെ പറയാ? മൻസൂബാക്കിയിട്ട് എങ്ങനെ കൊണ്ടുവരിക? ഹാദൈനിൽ കിതാബൈനി. ഇനി നോക്കിക്കോളി. ഹാദി സയ്യാറത്തുൻ, ഇതൊരു കാറാണ്. ഹാത്താനി സയ്യാറത്താനി, എന്താ അർത്ഥം? ഇത് രണ്ട് കാറുകളാണ്. കണ്ടോ? ഹാദീന്റെ ഡുവലാണ് ഹാത്തൈനി. ഇനി റായിത്തു ഹാത്തൈനി സയ്യാറത്തൈനി മൻസൂബാവുമ്പോ. ദാനിക കലമുൻ, അത് പേനയാണ്. ദാനിക കലമാനി, അത് രണ്ടും പേനയാണ്. ദാനിക, അത് രണ്ടും കലമാനി പേനകളാണ്. ദാനി മുബ്തദഉം മർഫൂഉം ബിൽ അലിഫി. ഈ കാവിടെ മുളാഫ് അല്ലട്ടോ, അതിന് വേറെ ഉണ്ട് അർത്ഥം. അതേപോലെ തിൽക്ക മദ്രസത്തുൻ, അത് മദ്രസയാണ്. എങ്ങനെ പറയാ?
താനിക അത് രണ്ടും മദ്രസത്താനി അത് രണ്ടും ഏതാണ്? രണ്ടും മദ്രസയാണ്. അഥവാ താനി മുബ്തദഉൻ മർഫൂഉൻ ബിൽ ആലിഫി. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? ഹാദക്ക് ഇടുവലുണ്ട്, ഹാദാനി ഹാദൈനി. ഹാദീക്ക് ഇടുവലുണ്ട്, ഹാതാനി ഹാതൈനി. ദാരിക്കക്ക് ഇടുവലുണ്ട്, ദാനിക, പിന്നെ ദൈനിക. തിൽക്കൊക്കെ ഏതുണ്ട്? മുസന്നുണ്ട്. എങ്ങനെ? താനിക, പിന്നെ ദൈനിക. ആ വെക്കട്ടെ.